20 ലക്ഷം വർഷം മഴ പെയ്ത ഒരു കാലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. എന്തിന്? മനുഷ്യൻ ഉൾപ്പെടുന്ന സസ്തനിവർഗ്ഗങ്ങൾ പോലും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകമായ സ്ഥാനമാണ് ആ കാലഘട്ടത്തിനുള്ളത്. ട്രയാസിക് യുഗത്തിന്റെ അവസാന ഭാഗത്തിന്റെ ആദ്യപാദത്തിലാണ് ദൈർഘ്യമേറിയ തീവ്ര മഴ പെയ്ത് ഈ കാലാവസ്ഥാ പ്രതിഭാസം സംഭവിക്കുന്നത്. ഈ കാലം എന്ന് പറയുന്നത് 234 മുതൽ 232 മില്യൺ വർഷം മുമ്പെയാണ് എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇടതടവില്ലാതെ 20 ലക്ഷം വർഷമാണ് ആ മഴ പെയ്തത്. കാർണിയൻ പ്ലൂവിയൽ ഇവന്റ് എന്ന് വിളിക്കുന്ന CPE എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തിന് ശേഷമാണ് ദിനോസറുകളും മറ്റ് ജീവജാലങ്ങളും എണ്ണത്തിലും വൈവിധ്യത്തിലും പെരുകുന്നത്. 1990-ൽ ബ്രിട്ടീഷ് ജിയോളജിസ്റ്റുകളായ മൈക്കൽ ജെ സിംസും അലസ്റ്റർ എച്ച് റഫലും ചേർന്നുള്ള പഠനമാണ് ഇതിന് വഴിവെച്ചത്. ട്രയാസിക് യുഗത്തിന്റെ അവസാന പാദത്തിലെ ഒരു ഘട്ടമാണ് കാർണിയൻ കാലം. ഇന്നുള്ള ഭൂഖണ്ഡങ്ങളൊന്നും അക്കാലത്ത് രൂപപ്പെട്ടിട്ടില്ല. പാൻജിയ എന്ന ഒറ്റ ഭൂഖണ്ഡമായിരുന്നു അന്നുണ്ടായിരുന്നത്. പാൻജിയയുടെ ഈ വിസ്തൃതി കാരണം ഉണ്ടായ കാലാവസ്ഥാ പ്രശ്നം വളരെ വലുതായിരുന്നു. സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ മേഘം അല്ലെങ്കിൽ നീരാവി വളരെ ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പാൻജിയ മുഴുവൻ എത്താൻ പറ്റുമായിരുന്നുള്ളൂ. പാൻജിയയുടെ മധ്യഭാഗമാകുമ്പോഴേക്കും നീരാവിയിലെ ജലാംശം മുഴുവൻ ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യും. ഈ കാരണത്താൽ കൊടും ചൂടായിരുന്നു അന്നത്തെ കാലാവസ്ഥ. പെർമിയൻ മുതൽ ട്രയാസിക് കാലം വരെ ദശലക്ഷക്കണക്കിന് വർഷത്തെ അഗ്നിപർവ്വത സ്ഫോടനം വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ എത്താനിടയാക്കി. ഇതോടെ ന്യൂനമർദ്ദവും കൊടുങ്കാറ്റും ആഗോളതലത്തിലുണ്ടായി എന്ന് വേണം കരുതാൻ. ഈർപ്പം നിറഞ്ഞ മേഘവും കാറ്റും നീരാവിയും പാൻജിയ ആകെ വ്യാപിക്കുകയും ക്രമേണ മഴയായി പെയ്യുകയുമായിരുന്നു.